YSR തെലങ്കാന പാർട്ടി അധ്യക്ഷ YS ഷർമിള ജനുവരി ആദ്യവാരം കോൺഗ്രസിൽ ചേർന്നേക്കും. ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ സജീവമായ പങ്കുവഹിക്കാൻ ആഗ്രഹിക്കുന്ന ഷർമിളയ്ക്ക് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ സുപ്രധാന സ്ഥാനം നൽകിയേക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. 2024 തുടക്കത്തിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന്റെ സജീവ പ്രചാരകരിൽ ഒരാളായും ഷർമിള മാറിയേക്കും. ലയനം സാധ്യമാകുകയാണെങ്കിൽ YSR കുടുംബത്തിലെ മറ്റൊരു അംഗം തന്നെ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള YSR CPയുമായി നേരിട്ട് ഏറ്റുമുട്ടും. 2009 അന്നത്തെ മുഖ്യമന്ത്രി YS രാജശേഖർ റെഡ്ഡിയുടെ മരണശേഷം കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞാണ് മകൻ ജഗൻ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. YSRന്റെ ഭാര്യ വിജയമ്മയും മകൾ ഷർമിളയും അന്ന് ജഗനൊപ്പം നിന്നിരുന്നു. പിന്നീട് ജഗനും ഷർമിളയും തമ്മിൽ തർക്കം ഉടലെടുക്കുകയും ഷർമിള പാർട്ടി വിടുകയുമായിരുന്നു. തുടർന്ന് ഇവർ സ്വന്തം പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. തെലങ്കാന രാഷ്ട്രീയത്തിൽ സജീവമാകാനായിരുന്നു ശ്രമം. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഷർമിള കോൺഗ്രസുമായി ചർച്ചകൾ നടത്തിയെങ്കിലും അന്ന് ലയനം സാധ്യമായിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ഷർമിളയുടെ പിന്തുണയും കോൺഗ്രസിനായിരുന്നു. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നിർത്തിവെച്ച കോൺഗ്രസുമായുള്ള പ്രാഥമിക ലയന ചർച്ചകൾ ഡിസംബർ 3-ാം വാരം പുനരാരംഭിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത്. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ ഷർമിള സമ്മതിച്ചതായും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അവർ ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ ചുമതലയും വഹിക്കും. ഇതോടൊപ്പം 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് വേണ്ടി ഷർമിള പ്രചാരണം നടത്തും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ 2 തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്താനാണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് വിശാഖപട്ടണത്തും മറ്റൊന്ന് വിജയവാഡയിലും. വിശാഖപട്ടണത്ത് പ്രിയങ്കയും വിജയവാഡയിൽ രാഹുൽ ഗാന്ധിയും ഷർമിളയ്ക്കൊപ്പമുണ്ടാകും. രായലസീമയിൽ മറ്റൊരു യോഗത്തിൽ സംസാരിക്കാൻ പാർട്ടി അഭ്യർത്ഥിച്ചെങ്കിലും ഷർമിള ഇതുവരെ അതിന് സമ്മതം മൂളിയിട്ടില്ല. റായലസീമ മേഖലയിൽ തന്റെ സഹോദരൻ ജഗന്റെ വോട്ട് അടിത്തറ തകർക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവർ കോൺഗ്രസിനോട് പറയുന്നുണ്ട്. തെലങ്കാനയിലെ ഖമ്മം മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്കോ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്ന് രാജ്യസഭയിലേക്കോ അവരെ അയക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ അവർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട്. നേരിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആകണോ അതോ രാജ്യസഭയിലൂടെ പാർലമെന്റിലേക്ക് പോകണോ എന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല.